ഇത് കളിയാട്ട മഹോത്സവം നടക്കുന്ന മാണിയൂർ ശ്രീ പുല്ലോട്ട് ഭഗവതി ക്ഷേത്രം. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഉൾപ്പെടുന്ന കട്ടോളി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചെറുവത്തലമുട്ടയിൽ നിന്നും വില്ലേജ് മുക്കുമൊഴി കുടിക്കുമുട്ടയിലേക്ക് പോകുമ്പോൾ കട്ടോളി കനാൽ സ്റ്റോപ്പിൽ നിന്നും കനാൽ റോഡ് വഴി 400 മീറ്റർ പോയാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കളിയാട്ട മഹോത്സവത്തിൻ്റെ 3-ാം ദിവസം ഈ ക്ഷേത്ര തിരുമുറ്റത്ത് തേപ്പൊട്ടൻ ദൈവം, ഭൈരവൻ ദൈവം, ഗുളികൻ ദൈവം, കുറത്തിയമ്മ, വിഷ്ണുമൂർത്തി ദൈവം, ഉച്ചിട്ട് ഭഗവതി, വളയങ്ങാടൻ തൊണ്ടച്ചൻ ദൈവം തുടങ്ങി 7ഓളം ദേവീദേവന്മാരുടെ പുറപ്പാട് അപൂർവമായ കാഴ്ചയാണ്. തുടർന്ന് ശ്രീ പുല്ലോട്ട് ഭഗവതിയുടെ തിരുപ്പുറപ്പാടും തിരുമുടി അണിയിലോടും കൂടി ദേവീദേവന്മാരുടെ ക്ഷേത്ര പ്രദക്ഷിണവും കോടിയാട്ടവും കോടിപ്പിരിയലും കണ്ടു മടങ്ങുമ്പോൾ വെണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന് തിരുമുറ്റത്തുറഞ്ഞാടുന്ന ദൈവങ്ങളിൽ നിന്നും നേരിട്ട് അനുഗ്രഹം ലഭിച്ച സംതൃപ്തിയിലാണ് ഓരോ ഭക്തരും ക്ഷേത്രപ്പടി ഇറങ്ങുന്നത്.
ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്ര പരിസരത്ത് തികച്ചും അപരിചിതനായ ഒരു സന്യാസി രൂപത്തിലുള്ള ഒരു മനുഷ്യനെ കാണാനിടയായ കാര്യം ക്ഷേത്രവാസിയായ ബിജു ഓർമ്മയിൽ നിന്നും ഞങ്ങളോട് പങ്കുവച്ചത് കേൾക്കുക. വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേ വരുന്ന ഒരു ക്ഷേത്രം, അതുപോലെ ഇവിടുത്തെ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ആളുകളാണ്. അതെ, ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുമ്പോൾ നമ്മളെല്ലാം ചെറിയ ഓർമ്മയിൽ തെയ്യം അങ്ങനെ നടന്നിട്ടില്ല. കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഒരു ദിവസം ഒരു പ്രായമായ ഒരാൾ ഈ പ്രദേശത്ത് വരികയും നമ്മളെ വീട്ടിൽ നിന്ന് അമ്മയോട് ഒരു വാക്കത്തി മേടിച്ചുകൊണ്ട് ഈ കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടി തുടങ്ങുകയും, അപ്പോൾ നമ്മളെല്ലാം ആ സമയത്ത് ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഈ പ്രദേശത്ത് പിന്നെ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം കളിച്ചുകൊണ്ടേയിരിക്കുന്ന ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നമ്മളും ഇത് ആരാണ് എന്താണ്, ഇവിടെ ക്ഷേത്രമുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അല്ല ആ വന്ന ആള് ആരാണെന്നും നമുക്കറിയില്ല. പുതുതായിട്ട് ഒരാൾ വന്നു, ഒരു പ്രായമായ ഒരു താടിയും മുടിയും നരച്ച ഒരു അയാൾക്ക് ഒരു വെടികുത്തിയിട്ട് വന്നിട്ട് ഉള്ള ഒരാളാണ്. അത്രയും പ്രായമായ ഒരാളാണ്, ഒരു സന്യാസിയെ പോലെ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ കാട് വെട്ടിത്തെളിക്കാനുള്ള ഒരു ആരോഗ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾ നമ്മളൊരു 10, 13, 14 വയസ്സുള്ള കുട്ടികളെല്ലാവരും കൂടി തന്നെ ഈ പ്രദേശത്ത് വരികയും നമ്മളും എല്ലാം അപ്പുറത്തുനിന്ന് ഭാഗത്തുനിന്നെല്ലാം പിന്നെ ആയുധങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട്, കത്തിയാളും അതെല്ലാം ശേഖരിച്ചുകൊണ്ട് അങ്ങനെ നമ്മളും അങ്ങനെ ഈ കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടി പിന്നെ തുടങ്ങി. അപ്പോൾ അത് അങ്ങനെ 1-2 ദിവസം അങ്ങനെ വെട്ടിത്തെളിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുൻകാല ഭാരവാഹികളെല്ലായ ഇപ്പം നാരായണനും പിന്നെ നാരായണൻ്റെ ജ്യേഷ്ഠനും ഭരതാട്ടൻ, അതുപോലെ തന്നെ PC നാരായണൻ, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടി ഈ പ്രദേശത്ത് വരികയും അവരെല്ലാം കൂടി ഒത്തൊരുമയോടുകൂടി ഈ കാട് മുഴുവനായിട്ടും വെട്ടിത്തെളിച്ച് പിന്നെ ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ തറകളും കുത്തുവിളക്കുകളും പിന്നെ വാളുകളും പഴയ വാളുകളും അങ്ങനെയെല്ലാം കണ്ടെത്തിക്കൊണ്ട് പിന്നെ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. അത് കൊല്ലം തന്നെ നമ്മൾ പിന്നെ ഇവിടെ പിന്നെ തെയ്യം കെട്ടിയാടാൻ തുടങ്ങി. അത് ഈ കൊറോണ സമയത്ത് മുടങ്ങിയതല്ലാതെ വേറൊരു സമയത്ത് മുടങ്ങിയിട്ടില്ല. ആദ്യം ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായി, ആ ക്ഷേത്രം പിന്നെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു. അപ്പം പുതിയ ക്ഷേത്രങ്ങൾ ഇവിടെ പിന്നെ നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ കഴിഞ്ഞ വർഷത്തിൻ്റെ 1.5 വർഷമായി നമ്മൾ ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തിട്ട് ഇപ്പോൾ 1.5 വർഷത്തോളായി ഈ പുനഃപ്രതിഷ്ഠ കർമ്മം നടത്തുവെച്ചു. അതിനുശേഷം തന്നെയാണ് ഇവിടെ എന്താ പറയുക, ഓരോ വർഷവും ജനത്തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ തൊട്ട അയൽവാസിയായ നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും ഇതിന്റെ പ്രശസ്തി കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും, ആയിരക്കണക്കിന് ആളുകൾ രാവിലെ മുതൽ പുലർച്ചെ 4 മണി, ഇന്ന് 2-3 ദിവസമായി ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ്. ഇന്ന് പുലർച്ചെ തന്നെ വന്ന തീപ്പൊട്ടൻ്റെ തീപ്രവേശനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നത്. അവർക്കെല്ലാം തന്നെ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾക്ക് സാധിച്ചിട്ടുണ്ട്. തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ വിജയം. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് വന്ന ആൾക്കാർ ഇപ്പൊ ഏകദേശം 8 മണിയോ 8:30യോ ആവും വൈകിട്ട്. ആ സമയം വരെ ഇവിടെ നിന്ന് പിന്നെ എന്താ പറയാ, ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് തെയ്യങ്ങളും തെയ്യത്തിന്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി തൃപ്തിയോടുകൂടിയാണ് ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും, അതായത് പിന്നെ ആൾ കുറയുകയല്ല, കൂടി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ വിജയം. ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും കൂട്ടായ്മയോട് കൂടിയുള്ള ഒരു പ്രവർത്തനം, അതിന്റെ കൂടെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഒരു സഹകരണം കൂടിയാകുമ്പോൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വിജയിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ല, ഈ സന്യാസി പോലത്തെ ഒരാൾ വന്നിരുന്നു, എവിടുന്നോ വന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ ഈ ഒരു അടയാളങ്ങളെല്ലാം കാണിച്ചു അദ്ദേഹം എവിടെയായിരുന്നു താമസിക്കുന്നത്. അതിനെപ്പറ്റി നമുക്കറിയില്ല. നമ്മളന്നേരം ചെറിയ പ്രായത്തിലുള്ളത്, പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അപ്രത്യക്ഷമായി പിന്നെ അപ്രത്യക്ഷമായി എന്ന് പറയാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ വർഷം തന്നെ അദ്ദേഹം വന്ന ആ വർഷം തന്നെ ഇവിടെ തെയ്യം കെട്ടിയാടി. അത് ഇപ്പോൾ 30 വർഷമായിട്ട് തുടർന്ന് കൊറോണന്റെ സമയത്ത് മാത്രം 1 വർഷം മാത്രമേ ഈ അതെല്ലാം ശരിക്കും എവിടുന്നോ വന്നിട്ട് അദ്ദേഹമാണ് ഇവിടെ സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതിന്റെ ഒരു നിമിത്തമായിട്ട് അദ്ദേഹം തന്നെയാണ് വീട് കിടക്കുന്ന സ്ഥലം. ആ വർഷത്തിൽ തന്നെ നമുക്ക് ഇവിടെ തെയ്യം കെട്ടിയാടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയൊരു ഇത് തന്നെയാണ്. അത് തുടർന്ന് ഇങ്ങോട്ട് എല്ലാ
കൊല്ലം തീർച്ചയായിട്ടും അങ്ങനെ ഒരു മായാൽ വന്നയാൾ മായാൽ പിന്നെ പോയി അത് നമുക്ക് നാട്ടിലും ഐശ്വര്യം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മളെ ഈ പ്രദേശം, അതായത് മാണിയൂർ പുല്ലോട്ട് ഭഗവതി ക്ഷേത്രം എന്നുള്ളത് നമ്മളെ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ എല്ലാവർക്കും പിന്നെ എന്താ പറയണ്ടത് നമ്മളെ പേരിൽ കട്ടുളി എന്ന് പറയുന്ന ഈ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് കാണുന്നത്. ഈ വരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. നിങ്ങളുടെ പേര് എൻ്റെ പേര് ബിജു. ചേട്ടാ, ഒരു ചോദ്യം. ഇത് ഏറ്റവും ഫസ്റ്റ് ഇത് ഒരു കുടുംബക്ഷേത്രമായിരുന്നോ? അതിനെപ്പറ്റി വല്ലതും ഓർമ്മയുണ്ടോ? ഇത് ഒരു സാമുദായിക ക്ഷേത്രമായിരുന്നു. സാമുദായിക ക്ഷേത്രം. ഇതൊരു സാമുദായിക ക്ഷേത്രമായിരുന്നു. അപ്പം അന്നേരം പിന്നെ സമുദായത്തിന്റെ ആളുകളെല്ലാം ആ സമയത്ത് ഒത്തുകൂടി. അപ്പം നമ്മൾക്കൊന്നും ഓർമ്മയില്ല. നമ്മളെല്ലാം എത്രയോ കാലഘട്ടത്തിന് മുമ്പ് നടത്തിയിരുന്നൊരു ഉത്സവമാണ്. അപ്പം സാമുദായിക ക്ഷേത്രമാണ്. പക്ഷേ ഇപ്പോൾ പിന്നീട് നാട്ടുകാരുടെയൊക്കെ പരിപൂർണ പിന്തുണയും കമ്മിറ്റിയിലും അതുപോലെ മാതൃസമിതിയിലും അടക്കം അവരുടെ പിന്തുണയും സഹായ സഹകരണങ്ങളും എല്ലാം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് കൂടുതൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഐതിഹ്യത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ക്ഷേത്രം എന്താണ് എന്നറിയാൻ വേണ്ടി അത് നമ്മളെ മലയാളികളിലെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ യൂട്യൂബർമാർക്ക് നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെയും നമ്മുടെ നാട്ടുകാരുടെയും ക്ഷേത്ര കമ്മിറ്റീൻ്റെയും പിന്നെ ഒരു നന്ദി ആശംസ അറിയിച്ചു. ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉണ്ടാകുന്ന കളിയാട്ട മഹോത്സവത്തിന് പുറമെ ക്ഷേത്രം തന്ത്രി ശ്രീ കല്ലയൻ ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും സംക്രമ പൂജയും കൂടാതെ ഭക്തരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഓരോരോ ഭഗവതിക്കുള്ള പ്രത്യേക പൂജയും ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം ആരംഭിക്കുന്നത് മലയാള മാസം മേടം 18, 19, 20, 21 എന്നീ തീയതികളിലാണ്.